ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് ലീവ് ചെയ്തിട്ട് കയറി നോക്കിയാൽ മതി കേട്ടോ. ഓഡിയോ ക്ലിയർ ആണല്ലോ, വിഷ്വൽ കാണുമല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ എക്കണോമിക്സിന്റെ ഫസ്റ്റ് ക്ലാസ് ആണിന്ന്. ഇതുവരെ നമ്മൾ എക്കണോമിക്സ് ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല. നിലവിൽ നമുക്ക് മെയിൻസിന്റെ സിലബസ് ഒന്നും വന്നിട്ടില്ല. ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെ ക്ലാസ് ആണല്ലോ. അപ്പോൾ മെയിൻസിന്റെ സിലബസ് നമുക്ക് എന്താവുന്നൊരു ധാരണയില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മൾ പഠിപ്പിക്കുന്നത് പ്രിലിംസിനുള്ള കാര്യങ്ങളാണ്. ഇതിനകത്തുള്ള കുറേ സംഭവങ്ങൾ മെയിൻസിനും ഉണ്ടാവും, നമുക്കറിയാലോ. പക്ഷെ അത് എങ്ങനത്തെ ഒരു സിലബസ് ആണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ. അതായത് ഈയിടെ കഴിഞ്ഞ LSD സെക്രട്ടറി എക്സാമിന് ഉണ്ടായിരുന്ന എക്കണോമിക്സ് എന്ന് പറയുന്നത് കുറച്ച് തിയറിറ്റിക്കൽ പോർഷൻസ് മാത്രമായിരുന്നു. നമ്മുടെ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ഹിസ്റ്ററി, 5 ഇയർ പ്ലാൻസ്, ലിബറലൈസേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് കഴിഞ്ഞ തവണത്തെ മെയിൻസിന് വേറെ കുറെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. GST, അതേപോലെ ടാക്സ്, ഇങ്ങനത്തെ വിഷയങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ മുൻപും, അതായത് കഴിഞ്ഞ തവണത്തെ മെയിൻസിന്റെ സിലബസും പ്രിലിംസിന്റെ സിലബസും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു എക്കണോമിക്സിന്റെ കാര്യത്തിൽ. മറ്റു വിഷയങ്ങളിൽ അത്ര വ്യത്യാസം ഇല്ലായിരുന്നു. പക്ഷെ എക്കണോമിക്സിൽ എങ്ങനെയായിരുന്നു? പ്രിലിംസ് ഒരു സെറ്റ് ഓഫ് ടോപ്പിക്സ് ആയിരുന്നു, മെയിൻസ് വേറൊരു സെറ്റ് ഓഫ് ടോപ്പിക്സ് ആയിരുന്നു. അപ്പൊ ഇപ്രാവശ്യവും അതേപോലെ ഒരു വ്യത്യാസം ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. അപ്പൊ നിലവില് പ്രിലിമിനറിയുടെ സിലബസ് നമുക്കറിയാമല്ലോ. കഴിഞ്ഞ 4-5 തവണയായിട്ട് പ്രിലിംസ് നടന്നു വരുന്നൊരു രീതി ഉണ്ടല്ലോ. ആ രീതി വെച്ച് തന്നെ ആയിരിക്കും ഇപ്പോഴും പ്രിലിംസ് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഒരു 80% 90% സാധ്യത പ്രിലിംസിന്റെ സിലബസ് മാറില്ല എന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ പ്രിലിംസിനുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്യാനാണ് പോകുന്നത് നിലവിൽ. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുള്ളൂ നിങ്ങൾക്ക്? അപ്പൊ നമുക്ക് ആ ടോപ്പിക്സ് ജസ്റ്റ് നോക്കി നോക്കാം. പ്രിലിംസിനുള്ള ടോപ്പിക് കാണാൻ പറ്റുന്നുണ്ടല്ലോ സ്ക്രീൻ? ഇവിടെ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, പിന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ്, 5 ഇയർ പ്ലാൻസ്, നീതി ആയോഗ്, പിന്നെ എന്താണ് ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, RBI അതിന്റെ ഫങ്ഷൻസ്, പിന്നെ പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പിന്നെ ബഡ്ജറ്റ്, ഫിസ്ക്കൽ പോളിസി, പിന്നെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഇത്രയും സംഭവങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ സെക്രട്ടേറിയറ്റിനൊക്കെ പ്രിലിംസിനാണ് കുറച്ചുകൂടി വലിയ സിലബസ് ഉണ്ടായിരുന്നത്. മെയിൻസിന് ഇത്രയും ഇല്ലായിരുന്നു. സ്റ്റാറ്റിക് പോർഷൻ വളരെ കുറവാണ്. കറണ്ട് അഫെയർ കൂടി വരുമ്പോഴാണ് അത് കുറച്ച് വലുതാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രിലിംസിന്റെ സിലബസ് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് RBI ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എവിടെ നിന്ന് വേണോ സ്റ്റാർട്ട് ചെയ്യാം. ചില അധ്യാപകര് നാഷണൽ ഇൻകം വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ചിലരാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ എക്കണോമിക് പ്ലാനിങ് അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ചിലരാണെന്നുണ്ടെങ്കിൽ ഫിസ്ക്കൽ പോളിസിയിൽ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് എവിടെ വേണോ സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമില്ല. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ എന്നാണ്. കാരണം ഈ റിസർവ് ബാങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് മാത്രമല്ല, ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എല്ലാ പ്രിലിംസിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരാം. ഇപ്പോൾ എന്താണ് വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. അതല്ല എന്താണ് നമ്മുടെ ക്യാഷ് റിസർവ് റേഷ്യോ, റിപ്പോ റേറ്റ്, ഇങ്ങനെയുള്ള ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. RBIയുടെ ഫങ്ഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന്. കുറച്ച് ക്ലാസ് കൊണ്ട് തീരുള്ള RBI ഒരുപാട് അത്യാവശ്യം ബൃഹത്തായ ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ക്ലാസ് എടുത്ത് RBI തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RBI ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറ്റിക് പോർഷനിൽ നിന്ന് കുറച്ച് കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഗ്രാജുവലി ഈ പറയുന്ന റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അങ്ങനെയുള്ള നമ്മുടെ ബാങ്ക് റേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് പഠിക്കും. പിന്നെ കുറച്ച് ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മണി സപ്ലൈ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഇതെല്ലാം ഉണ്ട്. നമ്മളിതെല്ലാം ഗ്രാജുവലി പഠിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത്? അപ്പോൾ ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടും അത് മാത്രമല്ല ഒരുപാട് ടെക്നിക്കൽ ടേംസ് നമ്മൾ ആദ്യമേ പഠിക്കുന്നത് ഒരു സുഖമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം ആദ്യം പഠിക്കും. പിന്നെ നിങ്ങൾ കുറെ പേരൊക്കെ ബിഗിനേഴ്സ് ആയിരിക്കും. ഇവിടെ അങ്ങനെ ഒരു ബിഗിനർ ആയതുകൊണ്ട് എന്താണ് ആർക്കും മനസ്സിലാവാതിരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമല്ലോ.
ഓക്കെ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബുക്ക്, ഞാനൊരു ബുക്ക് വെച്ചാൽ പഠിപ്പിക്കുന്നത്. ഈ ബുക്കിന്റെ പേര് ഇന്ത്യൻ എക്കോണമി ബൈ വിവേക് സിംഗ് എന്നാണ്. ഇത് UPSC സിവിൽ സർവീസിന്റെ ആസ്പിറൻസ് യൂസ് ചെയ്യുന്ന കുറേ ബുക്കുകളുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ്. ചില ആൾക്കാർ ശങ്കർ ഗണേഷ്, ചില ആൾക്കാർ രമേശ് സിംഗ്, ഇങ്ങനെ വേറെ വേറെ ബുക്കൊക്കെ യൂസ് ചെയ്യാറുള്ളത്. ഇത് യൂസ് ചെയ്യുന്നവരുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലിയാണ്. അത് മാത്രമല്ല പോയിന്റ്സ് ഒക്കെ വളരെ കൺസൈസുമാണ്. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ബുക്ക് ഇതിന്റെ PDF ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഞാനിത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ. ഇതിനകത്ത് പ്രത്യേകിച്ച് നോട്ടൊന്നും ഉണ്ടാകത്തില്ല. ഈ ബുക്കിന് പുറത്തുനിന്നുള്ള എക്സ്ട്രാ കാര്യങ്ങൾ മാത്രമേ നോട്ടായിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ബാക്കി നിങ്ങൾ ഈ ബുക്ക് തന്നെ വായിക്കുക. ഞാൻ മാക്സിമം ഇതിന്റെ പേജ് നമ്പർ കൂടി ഇട്ടേക്കാം. ഓരോ ക്ലാസ്സിലും വരുന്ന ടോപ്പിക് ഏത് പേജിൽ നിന്നാണുള്ളത്. അപ്പൊ അത് നിങ്ങൾ വെച്ച് വായിച്ചാൽ മതി. ഓക്കെ. അതിന് വേറെ സംശയമില്ലല്ലോ. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അതിപ്പോൾ ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ മെന്റേഴ്സിന് ചോദിക്കാം. മെന്റേഴ്സ് പറഞ്ഞു തരും. അല്ലെങ്കിൽ എൻ്റെ അടുത്തും ചോദിക്കാം. ഗ്രൂപ്പിൽ ഇട്ടിരുന്നാൽ ഞാൻ റിപ്ലൈ ഇട്ടോളാം. ഓക്കെ. അത് ക്ലാസ് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഡിസ്കഷനിൽ ഞാൻ റിപ്ലൈ ഇട്ടോളാം. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ. അപ്പോ എന്താണ് RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? നിങ്ങൾക്ക് അറിയാമെന്ന് പറയും, കേട്ടെ. ബാങ്ക് ഓഫ് ഇന്ത്യ. അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് ബാങ്കുകളും റിസർവ് ബാങ്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് പറയും. RBI കൺട്രോൾസ് ബാക്കി എല്ലാ ബാങ്ക്സ് ഇൻ ഇന്ത്യ, അങ്ങനെ പറഞ്ഞൂടെ? അതായത് നമ്മൾ സാധാരണ കാണുന്ന മറ്റ് ബാങ്കുകളെല്ലാം കൊമേഴ്ഷ്യൽ ബാങ്കുകളോ സഹകരണ ബാങ്കുകളോ റീജിയണൽ റൂറൽ ബാങ്കുകളോ ഇങ്ങനത്തെ ബാങ്കുകളെല്ലാം നേരിട്ട് നമ്മളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും നമുക്ക് വായ്പകൾ തരികയും ചെയ്യുന്ന ബാങ്കുകളാണ്. RBI ഇങ്ങനെ എന്തെങ്കിലും വായ്പ തരികയോ അല്ലെങ്കിൽ നിക്ഷേപം സ്വീകരിക്കുകയോ ചെയ്യാറുണ്ടോ? ഇല്ല. കാരണം RBI ഒരു കേന്ദ്ര ബാങ്കാണ്. അപ്പൊ എന്താണ് കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക്? നമുക്കറിയാം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. RBI ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണെന്ന് അറിയാം. എന്താണ് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക്? അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിന്, ഇപ്പൊ ഇന്ത്യക്ക് മാത്രമല്ല ഇതുള്ളത് കേട്ടോ. ഇപ്പൊ USA എന്ന് പറയുന്ന രാജ്യത്തിന് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ട്. അതാണ് അവിടുത്തെ US ഫെഡറൽ റിസർവ് എന്ന് പറയുന്നത്. US ഫെഡറൽ റിസർവ്. അത് പഠിക്കുന്നതാണ്, പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ എല്ലാ രാജ്യത്തിനും സെൻട്രൽ ബാങ്ക് ഉണ്ടാവും. ഈ സെൻട്രൽ ബാങ്കുകൾ എന്തിനാണ്, അല്ലെങ്കിൽ അവരുടെ ധർമ്മം എന്താണ്? നമുക്ക് മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ പറയാം. നമ്മൾ ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയും ഒരു സെൻട്രൽ ബാങ്കിന്, അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റിന്റെ ബാങ്ക് എന്ന് പറയും. അതായത് നമ്മുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തുള്ള എല്ലാ ബാങ്കുകളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു അപ്പെക്സ് എന്താണ്, മോണിറ്ററി അതോറിറ്റിയാണ് സെൻട്രൽ ബാങ്ക്. അതുപോലെ ഗവൺമെന്റിന്റെ ബാങ്കിങ് ആവശ്യങ്ങളിൽ എന്താണ് സർക്കാരിന് ഉപദേശം കൊടുക്കുകയും മാത്രമല്ല ഈ ഗവൺമെന്റിന് എന്ത് ചെയ്യും, ലോൺ കൊടുക്കുകയും ചെയ്യും. ആര്? RBI. നമ്മളതൊക്കെ പഠിക്കും. ഈ പറയുന്ന വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റും അതേപോലെ സ്റ്റേറ്റ് ഗവൺമെന്റൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, RBI ലോൺ എടുക്കുന്നുണ്ട്. അത് നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ ബാങ്കാണ് ഏത്? സെൻട്രൽ ബാങ്ക്. അതുപോലെ ബാങ്കുകളുടെ ബാങ്കാണ് ഏത്? സെൻട്രൽ ബാങ്ക്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആ ഡെഫിനിഷൻ നോക്കാം ജസ്റ്റ്. The Reserve Bank of India is a central bank of the country. Central banks are a relatively recent innovation, and most central banks, as we know them today, were established around the early 20th century. അതായത് ഒരു രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്ക് ഉണ്ടാവുമല്ലോ, അതുപോലെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക്. ഈ കേന്ദ്ര ബാങ്ക് എന്നൊരു സിസ്റ്റം ഉണ്ടാവുന്നത് 20ാം നൂറ്റാണ്ട് തുടക്കത്തിൽ മാത്രമാണ്. അതായത് ഒരു 1920-കൾ 30-കൾ ആ ഒരു ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, കേന്ദ്ര ബാങ്ക് എന്നൊരു ആശയം വരികയും ഒരുപാട് രാജ്യങ്ങൾ ഈ പറയുന്ന കേന്ദ്ര ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന, അതായത് പല രാജ്യങ്ങളും ഇതിനു മുമ്പ് ഒരുപാട് ബാങ്കുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പ്രധാനപ്പെട്ട ബാങ്കുകൾ എന്തായി മാറുകയാണ് ചെയ്തത്, അവിടുത്തെ കേന്ദ്ര ബാങ്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ, ജർമ്മനിയിലും ഫ്രാൻസിലൊക്കെ. പക്ഷെ ഇന്ത്യയിൽ എന്ത്, റിസർവ് ബാങ്ക് എന്നൊരു ബാങ്കിനെ അന്ന് നമ്മളെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓക്കെ, അത് ഒരു കേന്ദ്ര ബാങ്കായിട്ട് പ്രവർത്തിച്ചിരുന്നു. പിന്നീട് നമ്മുടെ രാജ്യം സ്വതന്ത്രമായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? നമ്മുടെ ഈ സ്വതന്ത്രമായിട്ടുള്ള ഭാരതത്തിന്റെ കേന്ദ്ര ബാങ്കായിട്ട് RBI മാറുകയും ചെയ്തു. അപ്പോൾ അടുത്ത് പറയുന്നത് RBIയുടെ കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ്. The Reserve Bank of India was set up on the basis of the recommendations of the Hilton Young Commission. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇത് നമ്മുടെ LGS LDC എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്, അതുപോലെ RBI സ്റ്റാർട്ട് ചെയ്ത വർഷം, തീയതിയൊക്കെ ചോദിച്ചിട്ടുണ്ട് പല എക്സാംസിനൊക്കെ. ഓക്കെ, അപ്പോൾ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് എന്ത് ചെയ്തത്? RBI സ്റ്റാർട്ട് ആയിരിക്കുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ എക്സാമിന് വരും. നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് വരാനുള്ള ചാൻസ് കുറവാണ്. എന്നാലും നമ്മൾ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ ചോദിക്കുന്നത് കൂടുതൽ ഹിസ്റ്ററിയിലായിരിക്കും, ഇതൊക്കെ ആര് കൊണ്ടുപോകുന്നൊക്കെയുള്ളത്. പക്ഷെ വേണമെങ്കിൽ ചോദിച്ചാൽ നമുക്ക് എഴുതണ്ടേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? അതും പഠിച്ചു പോകുന്നുണ്ട്, അത്രയേ ഉള്ളൂ. മനസ്സിലായി പറഞ്ഞത്? ഓക്കെ, അപ്പോൾ അടുത്തുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് എന്നൊരു നിയമമുണ്ട്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം. അപ്പൊ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം? പറയും. അത് നിങ്ങൾ പറയുന്നുണ്ട് ലോ എന്ന്. അതായത് ഒരു ലെജിസ്ലേച്ചർ പാസാക്കിയ ഒരു നിയമം വഴി സ്ഥാപിതമായ ഒരു സ്ഥാപനമാണെന്ന് തോന്നുന്നു ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം. സ്റ്റാറ്റ്യൂട്ട് എന്നാൽ ലോ എന്നാണ് അർത്ഥം. പഠിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനൊക്കെ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളാണ്. കാരണം അവ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനവും 1934 നിലവിൽ വന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് വരുന്നത്. ആക്ട് വരുന്നത് 34-ലാണ്. ശ്രദ്ധിക്കുക, ആക്ട് വരുന്നത് 34-ലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എപ്പോഴാണ് വരുന്നത്? 1935 ഏപ്രിൽ 1-നാണ്. അത് ചോദിച്ചിട്ടുണ്ട് പല എക്സാമിനും. 1935 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. ഓക്കെ, RBIയുടെ ആസ്ഥാനം എവിടെയാണ്? RBIയുടെ ആസ്ഥാനം എവിടെയാണ്? RBIയുടെ ആസ്ഥാനം എവിടെയാണ്? RBIയുടെ ആസ്ഥാനം മുംബൈയിലാണ്. അതുപോലെ RBIക്ക് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും ഓഫീസുകളുണ്ട്. കേരളത്തിൽ RBIക്ക് എത്ര ഓഫീസ് ഉണ്ടെന്ന് അറിയാമോ? കേരളത്തിൽ RBIക്ക് ഓരോ ഓഫീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ RBIക്ക് 2 ഓഫീസുണ്ട് കേട്ടോ. അത് അറിയാത്തവർ അറിഞ്ഞിരിക്കുക. കേരളത്തിൽ RBIക്ക് 2 ഓഫീസുണ്ട്. RBIക്ക് തിരുവനന്തപുരത്തും കൊച്ചിയിലും ഓഫീസുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിലും RBI ഓഫീസുണ്ട്. തിരുവനന്തപുരത്തുള്ള ഓഫീസാണ് പ്രധാനപ്പെട്ട ഓഫീസ്. അത് കൂടുതൽ ഡിപ്പാർട്ട്മെന്റുകളും തിരുവനന്തപുരത്താണുള്ളത്. അത് തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷൻ അറിയാലോ. തിരുവനന്തപുരം ഉള്ളവരുണ്ടോ ഈ ഗ്രൂപ്പിൽ? ഓക്കെ, അപ്പോ തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് RBIക്ക് കേരളത്തിൽ ഓഫീസുകളുള്ളത്. അതുപോലെ മിക്ക സംസ്ഥാനങ്ങളിൽ ഒറ്റ ഓഫീസേ ഉണ്ടാവാറുള്ളൂ. മഹാരാഷ്ട്രയിൽ ഇതേപോലെ 1-ൽ കൂടുതൽ ഓഫീസുകളുണ്ട്. കേരളത്തിലും ഉണ്ട് 2 ഓഫീസ്. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത് നോക്കാനുള്ളത്, കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ. അടുത്ത് നോക്കാനുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളാണ്. The bank began its operations by taking over from the government the functions so far being performed by the Controller of Currency and from the Imperial Bank of India. അതായത് നമ്മൾ ഈ RBI വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ബാങ്ക് ആയിരുന്നു ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റിയിട്ട്? ഈ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇപ്പൊ എന്തായിട്ട് മാറിയത്? ഇപ്പൊ ഉണ്ടോ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ? ഇപ്പൊ എന്താണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ? എന്തെങ്കിലുമായിട്ട് മാറിയിട്ടുണ്ടോ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ? അതെന്റെ ചോദ്യം. അതെ, നമ്മുടെ RJ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അഞ്ജനയും പറഞ്ഞിട്ടുണ്ട്. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ പിന്നെ എന്തായിട്ട് മാറുന്നുണ്ട്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ടൊക്കെ മാറുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യം
നിലവിൽ വന്ന 3 പ്രസിഡൻസി ബാങ്കുകളുണ്ട്. കൽക്കട്ടയിൽ ഒരെണ്ണം, ബോംബെയിൽ ഒരെണ്ണം, അതേപോലെ മദ്രാസിൽ ഒരെണ്ണം. ഈ 3 പ്രസിഡൻസി ബാങ്കുകളും ചേർന്ന് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നുണ്ട്. നമ്മൾ ആ വർഷമൊക്കെ പിന്നെ പഠിക്കാനുണ്ടത്. അപ്പോൾ ആ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുപാട് ഗവൺമെന്റ് തലത്തിലൊക്കെ ഒരുപാട് വലിയ വലിയ ഫംഗ്ഷൻസ് ചെയ്തിരുന്നു ആ സമയത്ത്. അതേപോലെ കൺട്രോളർ ഓഫ് കറൻസി എന്ന് പറഞ്ഞൊരു ഓഫീസ് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അവരും എന്ത് ചെയ്തിരുന്നു? ഒരുപാട് ഹൈ ലെവൽ ഫംഗ്ഷൻസ് ചെയ്തിരുന്നു. ഈ രണ്ടുപേരുടെയും ഫംഗ്ഷൻസ് എന്ത് ചെയ്തു? നമ്മുടെ RBI വന്നപ്പോൾ RBI ടേക്ക് ഓവർ ചെയ്തു. ആരുടെയൊക്കെയാണ്? കൺട്രോളർ ഓഫ് കറൻസിയുടെയും അതേപോലെ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും. നിലവിൽ നമുക്കറിയാം ഈ പറയുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്തില്ല? ഈ പറയുന്ന വലിയ ഗവൺമെന്റ് തലത്തിലുള്ള വലിയ ഫംഗ്ഷൻസ് ഒന്നുമില്ല. നമ്മുടെ നാട്ടിലെ മറ്റ് വാണിജ്യ ബാങ്കുകളെ പോലത്തെ ഒരു ബാങ്കാണ് ഇപ്പോൾ SBI നിലവിൽ. ഒരുപാട് ഗവൺമെന്റ് പ്രോജക്റ്റുകളൊക്കെ നടത്തുന്നുണ്ട്, ജൻധൻ അക്കൗണ്ടൊക്കെ. അതല്ല ഞാൻ പറയുന്നത്. നമ്മളെ ഇപ്പൊ RBI ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യുന്നില്ല നിലവിൽ, സ്റ്റേറ്റ് ബാങ്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പോ മുൻപ് പക്ഷെ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്ന കാലത്ത് ഇപ്പൊ നമുക്കറിയാം ഇമ്പീരിയൽ എന്ന വാക്ക് വരുന്ന എവിടെ നിന്നാണ്? എംപയറിൽ നിന്നാണ്. നമ്മുടെ ബ്രിട്ടീഷ് എംപയറിൽ ഉണ്ടായിരുന്ന ഒരു ബാങ്കാണ് ഇമ്പീരിയൽ ബാങ്ക്. അപ്പോൾ ആ പേര് തന്നെ ഉണ്ട്, അതൊരു ഗവൺമെന്റിന്റെ സപ്പോർട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ബാങ്ക് ആണെന്നുള്ള പേര് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഫംഗ്ഷൻസ് അന്ന് ചെയ്തിരുന്നു ആര്? ഇമ്പീരിയൽ ബാങ്ക്. ആ ഇമ്പീരിയൽ ബാങ്കിന്റെ ഫംഗ്ഷൻസും അതേപോലെ കൺട്രോളർ ഓഫ് കറൻസിയുടെ ഫംഗ്ഷൻസ് എന്ത് ചെയ്തു? RBI ടേക്ക് ഓവർ ചെയ്തു. എപ്പോഴും RBI നിലവിൽ വന്നപ്പോൾ. പിന്നെ 1935 ഏപ്രിൽ 1 RBI നിലവിൽ വരുമ്പോൾ അന്ന് ഈ പറയുന്ന പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഒന്നും ഇല്ലല്ലോ. അവരുടെയൊക്കെ, പിന്നെ ബർമ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ കൂടെ. അപ്പൊ അവരുടെയൊക്കെ എന്ത് ചെയ്തു? കേന്ദ്ര ബാങ്ക് ആയിരുന്നു ആര്? RBI ആ സമയത്ത്. അതൊന്നും നമ്മളങ്ങനെ ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ. പിന്നെ മാനേജ്മെന്റ് ഓഫ് ഗവൺമെന്റ് അക്കൗണ്ട്സ് ആൻഡ് പബ്ലിക് ഡെറ്റ്. ഈ പറയുന്ന ഫങ്ഷൻസ് ആര് ഏറ്റെടുത്തു? ആരിൽ നിന്ന് ഏറ്റെടുത്തു? കൺട്രോളർ ഓഫ് കറൻസിയിൽ നിന്നും ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും നമ്മുടെ റിസർവ് ബാങ്ക് ഏറ്റെടുത്തു. ഓക്കെ. അതായത് റിസർവ് ബാങ്ക് നിലവിൽ വന്നപ്പോൾ മാനേജ്മെന്റ് ഓഫ് ഗവൺമെന്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ പബ്ലിക് ഡെറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഈ ഫംഗ്ഷൻസ് ഒക്കെ കൺട്രോളർ ഓഫ് കറൻസിയിൽ നിന്നും ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്തു? RBI ഏറ്റെടുത്തു. മനസ്സിലായല്ലോ? അപ്പോ നമുക്കറിയാം 1947 ഇന്ത്യ സ്വതന്ത്രമായി. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമാവുന്ന സമയത്ത് ഈ ഗവൺമെന്റിന് RBIയിൽ എന്തില്ല? കൺട്രോളിംഗ് സ്റ്റേക്ക് ഇല്ലായിരുന്നു. അതായത് RBI പൂർണ്ണമായും ഗവൺമെന്റിന്റെ കീഴിലല്ലായിരുന്നു. ബ്രിട്ടീഷർ തുടങ്ങിയ സമയത്തും അല്ലായിരുന്നു, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുമ്പോഴും അല്ലായിരുന്നു. 1949 എന്ത് ചെയ്യുന്നത്? RBIയെ ദേശസാൽക്കരിക്കുന്നത്. ഇന്ത്യയിൽ ദേശസാൽക്കരിക്കപ്പെട്ട ആദ്യത്തെ ബാങ്ക് ഏതാണ്? നമ്മുടെ RBI ആണ്. ഓക്കെ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാര്യം ബാക്കിയുള്ള ബാങ്ക് ദേശസാൽക്കരണമൊക്കെ വരുന്ന വളരെ പിന്നീടാണ്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ദിരാഗാന്ധിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്കിനെ നാഷണലൈസ് ചെയ്യുന്നുണ്ട്. അത് പബ്ലിക് സെക്ടർ ബാങ്കുകളാക്കുന്നതാണ്. ഏതിനെ? പ്രൈവറ്റ് ബാങ്കുകളെ. അതുപോലെ തന്നെ നമ്മൾ RBI എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? RBI ആദ്യം ഒരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ബാങ്ക് ആയിരുന്നു. ആ ബാങ്കിനെ എന്ത് ചെയ്തു? പിന്നീട് ഗവൺമെന്റ് ദേശസാൽക്കരിച്ചു. നിലവിൽ എന്താണ്? RBI 100% കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. ഓക്കെ. ഇതുവരെ മനസ്സിലായോ പറഞ്ഞത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, ഗ്രൂപ്പിൽ തന്നെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പറയുന്നവരെ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ RBI ഫോം ചെയ്ത സമയത്ത് ആരുടെയൊക്കെ കീഴിലുണ്ടായിരുന്ന ഫംഗ്ഷൻസ് ആണ് RBI ഏറ്റെടുത്തത്? വേറെ ഇമ്പീരിയൽ ബാങ്ക് അല്ലാതെ വേറെ ആരുടെ? അതെ, കൺട്രോളർ ഓഫ് കറൻസിയും ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയും. ഓക്കെ. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നോക്കാം അടുത്തത്. An interesting feature of the Reserve Bank of India was that at its very inception,
The Reserve Bank was seen as playing a special role in the context of development, especially agriculture. When India commenced this planned endeavors, the development role of the Reserve Bank came into focus, especially in the 60s, when the Reserve Bank in many ways pioneered the concept and the practice of using finance to catalyze development. അതായത് നമ്മുടെ രാജ്യം ഇൻഡിപെൻഡൻസ് നേടുന്ന സമയത്ത് ഇന്ന് കാണുന്ന ഒരു രീതിയിലല്ലായിരുന്നു അതിന്റെ സാമ്പത്തിക നയങ്ങളൊക്കെ. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അതൊക്കെ. അന്ന് 5 year പ്ലാൻസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ കൃഷിക്കൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, പൊതുമേഖലയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പോലത്തെ ഒരു സാമ്പത്തിക സ്ഥിതി അല്ല അന്ന്. അപ്പൊ നമ്മുടെ ഈ രാജ്യം സ്വതന്ത്രമാകുന്ന സമയത്ത് നമുക്ക് ഇന്നുള്ള പോലെ ഭക്ഷ്യസുരക്ഷ ഒന്നും വന്നില്ല. അതായത് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടത്ര ഭക്ഷ്യധാന്യമൊക്കെ ഉണ്ടാക്കാൻ തക്ക ശേഷിയുള്ള രാജ്യമായിരുന്നില്ല ഇന്ത്യ ആ സമയത്ത്. പിന്നീട് നമ്മൾ ഒരുപാട് എഫർട്ടൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹരിത വിപ്ലവമൊക്കെ വരുന്നുണ്ട്. ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുന്നത്. ഇപ്പൊ നമുക്ക് ആ പ്രശ്നമില്ല, ഫുഡ് ഷോർട്ടേജ് ഒന്നുമില്ല. പക്ഷെ അന്ന് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റിസർവ് ബാങ്കിന് ഡെവലപ്മെന്റ് എന്നുള്ള ആ ഒരു ഏരിയയിൽ, പ്രത്യേകിച്ച് കൃഷിയുടെ ഡെവലപ്മെന്റിൽ വളരെ വലിയ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് RBI ഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ രാജ്യം എന്താണ്, ഡെവലപ്മെന്റൽ പ്ലാൻസ്, അതായത് 5 year പ്ലാൻസ് ഒക്കെ ഇടുന്നുണ്ട്. 5 year പ്ലാനിന്റെ പുറകിൽ പ്ലാനിംഗ് കമ്മീഷൻ ആണെങ്കിലും അതിന്റെ ഇംപ്ലിമെന്റേഷനിലും മറ്റ് പല തലങ്ങളിലും, പ്രത്യേകിച്ച് ഗവൺമെന്റ് തലത്തിലൊക്കെ RBIക്ക് വളരെ വലിയ ഒരു റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ RBIയുടെ കീഴിലുണ്ടായിരുന്ന അഗ്രികൾച്ചറൽ വിങ്ങും മറ്റ് അനുബന്ധ വിങ്ങുകളൊക്കെ ഒരുപാട് വലിയ ഫങ്ഷൻസ് ചെയ്തിരുന്നു. പിന്നീട് 1980കളിൽ എന്ത് ചെയ്യുന്നുണ്ട്, RBI ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നൽ ഗവൺമെന്റിന് ഉണ്ടാവുകയും നബാർഡൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. നബാർഡ് ഫോം ചെയ്യുന്നത് RBI ബ്രേക്കപ്പ് ചെയ്തിട്ടാണ്. അപ്പൊ RBI രണ്ടായിട്ട് പിരിഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, നബാർഡ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ RBIയുടെ ഈ പറയുന്ന അഗ്രികൾച്ചറൽ റിലേറ്റഡ് ഫങ്ഷൻസ് ഫോം 82, അത് തന്നെയാണ് ശിവരാമൻ കമ്മിറ്റി 82 ഫങ്ഷൻസ് ഫോം ചെയ്യുന്നത്. അല്ല, ആ ഫങ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നബാർഡിന് കൊടുത്താണ് നബാർഡ് ഫോം ചെയ്യുന്നത്. അതൊരു സ്റ്റാഫ് എന്ത് ചെയ്യുന്നുണ്ട്, RBIയുടെ സ്റ്റാഫാണ് ആദ്യം എന്ത് ചെയ്ത് നബാർഡിലോട്ട് മാറുന്നത്. അവർക്ക് ഓപ്ഷൻ കൊടുത്തു, നിങ്ങൾക്ക് വേണമെങ്കിൽ RBI തന്നെ സ്റ്റേ ചെയ്യാം, ഇല്ലെങ്കിൽ നബാർഡിൽ പോകാം. ഓക്കെ, അപ്പോൾ RBI ആണ് എന്ത് ചെയ്യുന്നത്, ബൈഫർക്കേറ്റ് ആയിട്ട് നബാർഡായിട്ട് മാറുന്നത്. അത് ഇന്ദിരാഗാന്ധിയാണ് അത് ഫോം ചെയ്യുന്നത്, നബാർഡ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് എത്രയേ ഉള്ളൂ, RBI എന്ത് ചെയ്യുന്നു, ആദ്യകാലങ്ങളിൽ ഒരുപാട് വേറെ കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ 1990കൾ എന്ത് ചെയ്തു, ഇന്ത്യയുടെ പൊതുകടമൊക്കെ വർദ്ധിക്കുന്നു, ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ഉണ്ടാകും. നമുക്കറിയാമല്ലോ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 1991 ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവരുന്നുണ്ട്, LPG. അത് തന്നെ. അപ്പൊ ഈ ന്യൂ എക്കണോമിക് പോളിസി വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉദാരവൽക്കരണത്തിന്, അതായത് ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് RBIയുടെ ഒരുപാട് അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നുണ്ട്. RBI കൊണ്ടുള്ള കുറെ കൺട്രോളുകൾ, അതായത് ഈ പറയുന്ന കൊമേഴ്സ്യൽ ബാങ്കുകളുടെ പുറത്തുള്ള കുറെ കൺട്രോളൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. നമ്മളതൊക്കെ പഠിക്കുമ്പോഴത്തേക്കും അപ്പോൾ RBIക്ക് ആ സമയത്ത്, പ്രത്യേകിച്ച് ആ ഇൻഡിപെൻഡൻസ് തൊട്ട് ഈ പറയുന്ന LPG റിഫോംസ് വരുന്ന ടൈമിൽ എന്താണ്, ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ ഫങ്ഷൻസും അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രസ്താവന വരികയാണെന്ന് വെച്ചു, RBIക്ക് പണ്ട്, അതായത് ഇൻഡിപെൻഡൻസ് അതിനുശേഷമുള്ള സമയത്ത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പവേഴ്സ് ഉണ്ടായിരുന്നു അന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അത് ശരിയാണോ സ്റ്റേറ്റ്മെന്റ്? ഓക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അധികാരങ്ങളൊന്നും ഇല്ലെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇപ്പോഴും എന്തുണ്ട്, ഒരുപാട് അധികാരങ്ങളുണ്ട്. പക്ഷെ പണ്ട് കുറച്ചുകൂടെ ബ്രോഡ് ആയിരുന്നു RBIയുടെ അധികാരങ്ങൾ. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. When India commenced its plan endeavors, the development role of the Reserve Bank came into focus, especially in the 60s, when the Reserve Bank in many ways pioneered the concept and the practice of using finance to catalyze development. അതായത് നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്തു, 5 year പ്ലാൻസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ പ്ലാൻ 1951 വരുന്നുണ്ട്. അതിന് പ്ലാനിംഗ് കമ്മീഷനാണ് പ്ലാനുകൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോ ആ ഒരു സമയത്ത് RBIയുടെ ഡെവലപ്മെന്റ് റോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫോക്കസ് നേടുകയും അതുപോലെ ഈ ഫൈനാൻസ് യൂസ് ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഗവൺമെന്റ് RBI യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ ഡെവലപ്മെന്റ് പ്ലാൻസ് ഒക്കെ ഫൈനാൻസ് ചെയ്യണമല്ലോ, അല്ലേ? അന്ന് എല്ലാ കാര്യങ്ങളും ഒരു പരിധിവരെ ചെയ്യുന്ന ആരാണ്, ഗവൺമെന്റ് തന്നെയാണ്. ഗവൺമെന്റാണ് എന്ത് ചെയ്യുന്നത്, ഡാം ഉണ്ടാക്കുന്നത്, ഈ പറയുന്ന കൃഷി പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ കൃഷിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി IADP, IIP അങ്ങനെ കുറെ പ്രോജക്റ്റ് കൊണ്ടുവരുന്നുണ്ട് സർക്കാർ തന്നെ. അപ്പൊ ഇതിനൊക്കെ എന്താണ്, ഒരുപാട് ഗവൺമെന്റ് ഫണ്ട് വേണം. അന്ന് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ
പരിതാപകരമാണ് ആ സമയത്തൊക്കെ. അപ്പൊ എന്താണ്, ആ സമയത്ത് കൃത്യമായിട്ട് ഫിനാൻസ് മാനേജ് ചെയ്യാനൊക്കെ RBI എന്ത് ചെയ്യുന്നു, ഒരുപാട് അവസരങ്ങളിൽ സർക്കാരിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോ അത്തരത്തിലുള്ള ഫങ്ഷൻസ് ഒക്കെ RBI മുന്നത്തെ അപേക്ഷിച്ച് ചെയ്യുന്നില്ല. കാര്യം ഇപ്പോൾ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങളിൽ നേരിട്ട് ഇറങ്ങി വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അന്ന് RBI എന്ത് ചെയ്യുമായിരുന്നു, ഇപ്പോൾ ഉള്ളതിനെ അപേക്ഷിച്ച് ഒരുപാട് സർക്കാരിനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അടുത്ത്, the Reserve Bank was also instrumental in institutional development and helped set up institutions like the Deposit Insurance and Credit Guarantee Corporation of India, Unit Trust of India, Industrial Development Bank of India (IDBI), National Bank of Agricultural and Rural Development (NABARD), the Discount and Finance House of India, etc. to build financial infrastructure in the country. അതായത് ഈ RBI എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പുതിയ സ്ഥാപനങ്ങളെ സൃഷ്ടിക്കാനായിട്ട് സർക്കാരിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പെടും അതിനകത്ത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, പിന്നെ എന്താണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ UTI. അടുത്ത IDBI ഉണ്ട്. IDBI എന്നാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് NABARD, പിന്നെ ഡിസ്കൗണ്ട് ആൻഡ് ഫൈനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ എക്സെട്ര. ഇതൊക്കെ ഫോം ചെയ്യാൻ RBI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഫോം ചെയ്യുന്നത് എപ്പോഴാണ്, ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷമാണ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു RBI എന്നാണ് NABARD ഉണ്ടായെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ NABARD ഉണ്ടായ സമയത്ത് ഈ പറഞ്ഞ ഡെവലപ്മെന്റൽ ഫംഗ്ഷൻസ് കുറേയൊക്കെ NABARD കൊണ്ടുപോകുന്നുണ്ട് RBIയുടെ. ഇനി നമുക്ക് RBIയുടെ ഒരു ജസ്റ്റ് ഓവർവ്യൂ പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമുക്ക് നമ്മുടെ ഗവൺമെന്റ് പോളിസി വെൻ ഇറ്റ് കംസ് ടു ഫിനാൻസ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും, പണനയവും ധനനയവും. കേട്ടിട്ടുണ്ടോ ഇത്? അപ്പോ ഈ മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി, ഈ രണ്ട് സംഭവങ്ങളും നമ്മുടെ ഗവൺമെന്റിന്റെ ഫിനാൻസിന്റെ ഭാഗങ്ങളാണ്. ഇന്ത്യയിൽ മോണിറ്ററി പോളിസി കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഫിസ്ക്കൽ പോളിസി കൺട്രോൾ ചെയ്യുന്നത് ആരാണ് പറയും? ഇവിടെ പ്രജിൽ പറഞ്ഞിട്ടുണ്ട് മോണിറ്ററി RBI ആണെന്ന്. അപ്പൊ ഫിസ്ക്കൽ പോളിസി ആരാണ്? ഇവിടെ നമ്മുടെ 0.1% കീഴാണ്. നല്ല പേര് കേട്ടോ. കീഴാണ് പറയുന്നുണ്ട്, ഫിനാൻസ് മിനിസ്ട്രിയാണ്. ശരിയാണ്, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് കറക്റ്റാണ്. മോണിറ്ററി പോളിസി RBI ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഫിസ്ക്കൽ പോളിസി ഫിനാൻസ് മിനിസ്റ്റർ അല്ല, മിനിസ്ട്രിയാണ്, ധനകാര്യ മന്ത്രാലയമാണ്. ഓക്കെ, ധനകാര്യ മന്ത്രിയല്ല, മന്ത്രാലയമാണ്. മന്ത്രാലയത്തിന്റെ ഭാഗമാണ് മന്ത്രി. ഓക്കെ, അപ്പൊ നമുക്ക് ഫിസ്ക്കൽ പോളിസി പഠിക്കാനുണ്ട്, പ്രിലിംസ് സിലബസ് തന്നെ ഉണ്ട്, നമുക്കത് പഠിക്കാം. അപ്പൊ മോണിറ്ററി പോളിസി, അപ്പൊ RBIയുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ തന്നെയാണ് എന്തോന്ന്, ധർമ്മമാണെന്ന് തോന്നുന്നു, ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കൺട്രോൾ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. വിത്ത് ലിബറലൈസേഷൻ ദ ബാങ്ക്സ് ഫോക്കസ് ഹാസ് ഷിഫ്റ്റഡ് ബാക്ക് ടു കോർ സെൻട്രൽ ബാങ്കിങ് ഫംഗ്ഷൻസ് ലൈക്ക് മോണിറ്ററി പോളിസി, ബാങ്ക് സൂപ്പർവിഷൻ ആൻഡ് regulation and overseeing of the payment system and on to developing the financial markets. അതായത് ഈ RBIക്ക് വളരെ ബ്രോഡായിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ മുമ്പ് ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. ആ ഫംഗ്ഷനൊക്കെ എന്ത് ചെയ്തു, ഈ പറയുന്ന LPG റിഫോംസോട് കൂടെ ഏറെക്കുറെ അവസാനിച്ചു. ആ ഫംഗ്ഷൻസ് പലതും എന്ത് ചെയ്തു, ഡിവോൾവ് ചെയ്യപ്പെട്ടു. എന്ത് ചെയ്തു, വേറെ സ്ഥാപനം കൈമാറി. നമുക്കറിയാം, ഇപ്പൊ 1990 ശേഷം എന്ത് ചെയ്തു, സെബി എന്ന് പറയുന്ന സ്ഥാപനം വളരെ സ്ട്രോങ് ആവുകയും ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യുന്നു, വളരെ നന്നായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ സെബി അറിയാമല്ലോ നിങ്ങൾക്ക്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോ അതേപോലെ RBIക്ക് മുമ്പുണ്ടായിരുന്ന ഡെവലപ്മെന്റൽ ഫംഗ്ഷൻസ് ഒക്കെ NABARD ചെയ്യുന്നുണ്ട്. ബോണ്ട് അതൊക്കെ തന്നെ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതും പറയാം, അത് പഠിക്കുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനെ പറ്റി കൂടുതലായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസ് ഒക്കെ RBI എന്ത് ചെയ്തു, അതൊക്കെ പതുക്കെ ഒഴിവാക്കിയിട്ട് ഒരു സെൻട്രൽ ബാങ്കിന്റെ കോർ ഫംഗ്ഷൻ ആയിട്ടുള്ള എന്താണ്, മോണിറ്ററി പോളിസി കൺട്രോള്, അതേപോലെ ബാങ്കുകളുടെ സൂപ്പർവിഷൻ. നമ്മൾ ഈ പറയുന്ന ഇന്ത്യയിലുള്ള മറ്റ് ബാങ്കുകളൊക്കെ ഇല്ലേ, ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളൊക്കെ,
അതിനേക്ക് ആരാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്? RBI അല്ലേ. ബാങ്കുകളുടെ ബാങ്ക് RBI ആണല്ലോ. അപ്പൊ അവർ സൂപ്പർവൈസ് ചെയ്യുക. പിന്നെ അവരുടെ ലോൺ കൊടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിൽ ആരാണ് ഈ പറഞ്ഞ റെഗുലേഷൻസ് കൊണ്ടുവരുന്നത്? RBI ആണ്. ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് ഒരു വാർത്ത കേട്ടിട്ടുണ്ടാവും, കോട്ടക് മഹീന്ദ്ര ബാങ്കിനെ പുതിയ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നതിൽ നിന്ന് RBI വിലയ്ക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ? നമുക്ക് ഈ പറയുന്ന ഫംഗ്ഷൻസ് ഒക്കെ പഠിക്കാം കേട്ടോ, കറൻസി പ്രിന്റിംഗ് ഒക്കെ പഠിക്കാം. അപ്പോൾ ഈ പറയുന്ന കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്ത് ചെയ്തു? ഇടയ്ക്ക് RBI ബാൻ ചെയ്തിരുന്നു, എന്താണ്, പുതിയ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തത്. അതുപോലെ തന്നെ ചില ബാങ്കുകൾ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ ഫിനാൻഷ്യൽ സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ പുതിയ ലോൺ കൊടുക്കരുതെന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് എന്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങളിൽ RBI ബാങ്കുകളെ എന്ത് ചെയ്യും, സൂപ്പർവൈസ് ചെയ്യും അല്ലെ റെഗുലേറ്റ് ചെയ്യും. ഓക്കെ, ബാങ്കുകളെ മാത്രമല്ല NBFC-കളുണ്ട്, നോൺ ബാങ്കിങ് എന്തോന്നാണ് ഫിനാൻഷ്യൽ കമ്പനീസ് ഉണ്ടല്ലോ. ഇപ്പൊ ഈ പറയുന്ന ബാങ്കിങ് ലൈസൻസ് ഇല്ലാത്ത ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും ക്രെഡിറ്റ് ബി, നേവി, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ലോൺ ആപ്പൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഇതിനകത്ത് തന്നെ ഈ ലോൺ ആപ്പിൽ തന്നെ RBI-യുടെ അപ്രൂവൽ ഇല്ലാത്ത ലോൺ ആപ്പുകളുണ്ട്, ചൈനീസ് ആപ്പുകളൊക്കെ ഉണ്ട്. അതല്ല പറയുന്നത്, RBI-യുടെ അംഗീകാരമുള്ള ഇന്ത്യയിലുള്ള ലോൺ ആപ്പുകൾ ഉണ്ടല്ലോ, ക്രെഡ്, ഇതൊക്കെ NBFC-കളാണ്, അല്ലെ പേടിഎം. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ആര് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്? RBI റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പേടിഎമ്മിലേക്ക് കഴിഞ്ഞ വർഷം RBI എടുത്ത് കുടഞ്ഞായിരുന്നു, നിങ്ങൾ വാർത്തകൾ വായിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ RBI ഈ പറയുന്ന ബാങ്കുകളെയും NBFC-കളൊക്കെ എന്ത് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റെഗുലേറ്ററി ഫംഗ്ഷൻ RBIയുടെ ഒരു കോർ ഫംഗ്ഷനാണ്. ഇപ്പോ അത് തന്നെ ഫൈൻ. ഇപ്പോ ഇത്തരത്തിലുള്ള കോർ ഫംഗ്ഷനിലാണ് RBI എന്ത് ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ LPG റിഫോംസ് വന്ന സമയത്ത് ഈ RBIക്ക് മുൻപ് ബാങ്കുകളുടെ ഭയങ്കരമായ കൺട്രോൾ ഉണ്ടായിരുന്നു. പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ RBIയുടെ പെർമിഷൻ വേണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് പുതിയൊരു ബ്രാഞ്ച് തുടങ്ങാൻ RBIയുടെ പെർമിഷൻ വേണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് കളഞ്ഞു. ഇപ്പോൾ റെഗുലേറ്ററി ഫംഗ്ഷൻസ് മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരു സൂപ്പർവൈസറി കൺട്രോൾ കുറെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന്റെ കാരണം ഗവൺമെന്റിന്റെ ഈ മാർക്കറ്റിന്റെ മേലുള്ള ഗവൺമെന്റിന്റെ ഇടപെടൽ വളരെ കുറഞ്ഞിട്ടുണ്ട് LPG റിഫോംസിന് ശേഷം. അതിന്റെ ഭാഗമാണ് എന്ത് ചെയ്തത്, RBIയുടെ അത്തരത്തിലുള്ള കൺട്രോൾ വളരെ കുറയുന്നത്. എന്നാലും ഇപ്പൊ എന്തുണ്ട്, ഒരു ബാങ്കിന്റെ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ സാമ്പത്തിക നില ഭദ്രമാക്കുക എന്നുള്ള രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ റെഗുലേഷനും RBIക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്, RBIയുടെ കോർ ഫംഗ്ഷൻസ് ആണ്, കോർ സെൻട്രൽ ബാങ്കിങ് ഫംഗ്ഷൻസ് ആണ്. പിന്നെ എന്താണ്, ഓവർസീയിങ് ദ പേയ്മെന്റ് സിസ്റ്റം ആൻഡ് ഓൺ ടു ഡെവലപ്പിംഗ് ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ എന്താണ്, പേയ്മെന്റ് സിസ്റ്റത്തിന് ഓവർസീ ചെയ്യുക. ഇപ്പൊ ഈ പറയാം, നമ്മുടെ എന്താണ്, നിങ്ങൾക്ക് അറിയാലോ, UPI ഉണ്ട്, പിന്നെ ഏതാണ്, നമ്മുടെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസ് ഒക്കെ ഉണ്ടല്ലോ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, RBI കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ എന്തുണ്ട്, RBIയുടെ റെഗുലേഷൻ ഇതിന്റെയൊക്കെ ഒരു പർവ്യൂവിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതാണ് RBIയുടെ കോർ ബാങ്കിങ് ഫംഗ്ഷൻസ്. പിന്നെ എന്താണ്, ഗവൺമെന്റിന്റെ ബാങ്കാണ് RBI. ഇപ്പൊ ഗവൺമെന്റിന് എന്ത് ചെയ്യുക, ഈ പറയുന്ന T-ബില്ലിന്റെ കാര്യത്തിൽ T-ബിൽ ഇഷ്യൂ ചെയ്യുന്നത്, T-ബില്ല്, അതിലെ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് ഇഷ്യൂ ചെയ്യുക ആർക്ക്, സർക്കാരിന്. ഇങ്ങനെയുള്ള ഒരുപാട് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ബാങ്കിങ് ഫംഗ്ഷൻസ് ഉണ്ട്, പഠിക്കാനുണ്ട്. T-ബില്ല് എന്താണ്, അതേപോലെ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എന്താണ് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് പറയാം. അപ്പൊ അത് പഠിക്കാൻ നമുക്ക് മനസ്സിലാവും RBIക്ക് എന്തുണ്ട്, ഇതിലൊക്കെ വലിയ കുറെ ഫംഗ്ഷൻസ് നിർവഹിക്കാനുണ്ട് ഈ ഗവൺമെന്റിന്റെ ബാങ്ക് എന്ന രീതിയിൽ. അപ്പൊ ഇതൊക്കെയാണെന്ന് RBIയുടെ കോർ സെൻട്രൽ ബാങ്കിങ് ഫംഗ്ഷൻസ് എന്ന് പറയുക. അപ്പൊ ഇപ്പൊ RBI കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു മേഖലയിലാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് RBIയുടെ ഒബ്ജക്റ്റീവ് ആണ്. The objective of RBI is to regulate the issue of bank notes and keeping of reserves with a view to securing monetary stability in India and generally to operate the currency and credit system of the country to its advantage, to have a modern monetary policy framework to meet the challenge of an increasingly complex economy, to maintain price stability while keeping in mind the objective of growth, to maintain macroeconomic stability and financial stability. ഇത് നമ്മുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മളെ ഗവൺമെന്റ് സൈറ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, വിഷൻ ആൻഡ് മിഷൻ എന്നൊക്കെ പറഞ്ഞ ഇതേപോലത്തെ ഓരോരോ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ടാവും അവർ. അപ്പൊ അങ്ങനെ സൈറ്റിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. ഇത് വളരെ ബ്രോഡായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് എന്ത് ചെയ്യുക, ഒരു 2 തവണ വായിച്ചു വെച്ചിരിക്കുക, അത്രേ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളൂ. എന്താണ് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന സാധനം. അപ്പൊ ഒബ്ജക്റ്റീവ് എന്താണ്, ബാങ്ക് നോട്ട്സിന്റെ ഇഷ്യൂ റെഗുലേറ്റ് ചെയ്യുക, പിന്നെ റിസർവ്സ് കീപ്പ് ചെയ്യുക. നമ്മൾ റിസർവ്സ് കീപ്പ് ചെയ്യുന്ന ആരാണ്, എല്ലാം RBI ആണ്, ഗവൺമെന്റ് റിസർവുകളെല്ലാം കീപ്പ് ചെയ്യുന്നത്. പിന്നെ മോണിറ്ററി സ്റ്റെബിലിറ്റി സെക്യൂർ ചെയ്യുക, പിന്നെ കറൻസി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം ഇന്ത്യയുടെ അഡ്വാൻറ്റേജിന് വേണ്ടി യൂസ് ചെയ്യുക, പിന്നെ മോഡേൺ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക. അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് RBI, പഠിക്കാനുണ്ട് അതൊക്കെ.
പിന്നെ എന്താണ്, പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഒബ്ജക്റ്റീവ് പറഞ്ഞിരിക്കുന്നത് ആർമിയുടെ. ഓക്കെ, ജസ്റ്റ് വായിച്ചിരുന്നാൽ മതി. പിന്നെ ഞാൻ എപ്പോഴും ഒരു കാര്യം നിങ്ങളിത് പറയാനുള്ളത്, ഇതിൽ കുറച്ച് എന്താണ് വിഷയത്തിന്റെ പുറത്തുള്ള കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ കുറെ പേര് ഡിഗ്രി എക്സാംസ് മലയാളത്തിൽ ഈ സബ്ജക്റ്റുകളൊക്കെ പഠിക്കാം എന്ന് കരുതുന്നവരായിരിക്കും അല്ലേ? ഉള്ളവരില്ലേ നിങ്ങളുടെ ഇടയിൽ? അതായത് മലയാളത്തിൽ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്യാൻ ചിന്തിക്കുന്നവര്. ജോത്സ്യം ഉണ്ടല്ലോ. അപ്പോ നമ്മുടെ ഭരണഭാഷ മലയാളമാണ്. നമ്മൾ സർക്കാർ ജോലി കയറിയാലും ഒരുപാട് കാര്യങ്ങൾ മലയാളത്തിൽ ചെയ്യേണ്ടി വരും എന്നൊക്കെ വളരെ ശരിയാണ്. പക്ഷെ PSCയുടെ മലയാളം ചോദ്യം ഇടൽ വളരെ 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 ശോകമാണ്. ഈയിടയ്ക്ക് നടന്ന LSD സെക്രട്ടറി പരീക്ഷയുടെയൊക്കെ മലയാളം ചോദ്യം കണ്ടാൽ നിങ്ങളെ ബോധം പോകും. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അവര് ഒരു ഉളുപ്പുമില്ലാതെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അതേപോലെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ എക്കണോമിക്സ് ഒക്കെ കുറച്ച് അറിയാലോ, കുറച്ച് ടെക്നിക്കലായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഈ ടെക്നിക്കൽ വിഷയം ആയതുകൊണ്ട് തന്നെ ഇതിലുള്ള പല വാക്കുകൾക്കും കൃത്യമായിട്ട് മലയാളത്തിൽ വാക്കുണ്ട് കേട്ടോ. ഈ എക്കണോമിക്സിലെ പല വാക്കുകൾക്കും പ്രോപ്പറായിട്ട് മലയാളം വാക്കുകളുണ്ട്. ഇപ്പോ എന്താണ് നമ്മുടെ കൺസോൾഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. അതിനൊക്കെ കൃത്യമായിട്ട് മലയാളം വാക്കുണ്ട്. എന്താണ് അതിന്റെ മലയാളം വാക്ക് പറയും? അറിയുന്നവരുണ്ടോ അത്? കൺസോൾഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, അതിന്റെ മലയാളം എന്താണ്? അതിന്റെ മലയാളം എന്താണ്? ഭാരതത്തിന്റെ സഞ്ചിത നിധി എന്നാണ്. സഞ്ചിത നിധി, അതാണ് കൺസോൾഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതേപോലെ ഉദാഹരണം പറയുന്നത്, ഇതേപോലത്തെ ഒരുപാട് സ്റ്റാൻഡേർഡ് വാക്കുകൾ ഉണ്ട് മലയാളത്തിൽ. പിന്നെ നിങ്ങൾ കോളേജിൽ പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കോളേജിൽ കൂടുതലും നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിലല്ലേ, അതുകൊണ്ടായിരിക്കും. സഞ്ചിത നിധി, സഞ്ചയല്ല, സഞ്ചിത നിധി, സഞ്ചിത നിധി, സഞ്ചിത. അപ്പോ ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും എന്ത് ചെയ്യില്ല, നിങ്ങളുടെ PSC പേപ്പറിൽ കാണാൻ സാധ്യത കുറവാണ്. അവരെന്ത് ചെയ്യും? ഗൂഗിളിനെ കൊടുക്കും. ഗൂഗിൾ എന്ത് ചെയ്യും? ഗൂഗിളിന് അറിയാവുന്ന മലയാളത്തിൽ ഒരു വാക്കുണ്ടോ എന്ന് നോക്കും. വാക്കില്ലെങ്കിൽ എന്ത് ചെയ്യും? വാക്കില്ലെങ്കിൽ അത് തന്നെ അടിച്ചു വെക്കും മലയാളത്തിൽ. അപ്പൊ നിങ്ങൾക്ക് മലയാളം വായിക്കുന്ന പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, മലയാളത്തിന് അടിച്ചു വെക്കും സെയിം സാധനം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ ഏറ്റവും ലൂസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ കൊടുക്കും അതിന്. ഇടയ്ക്ക് നമ്മുടെ LSC സെക്രട്ടറി എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ എറർ ആയിരുന്നു കേട്ടോ. അപ്പോൾ പഞ്ചായത്തിന്റെ ഫണ്ടുകളെ പറ്റിയുള്ള ക്വസ്റ്റ്യനില് ഫണ്ടിന് പകരം ഫൈൻഡ് എന്നാണ് വന്നത്. മലയാളത്തിലായപ്പോഴത്തേക്കും കണ്ടെത്തുക എന്നായി. അത് മനസ്സിലായോ? നിങ്ങൾ കണ്ടു കാണുമല്ലോ അത്. അപ്പോൾ ഇതേപോലെ പിന്നെ ഫിസിക്സിൽ ഇതേപോലെ എന്താണ് ഇന്റർഫറൻസിന് ഇടപെടലെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ. ഇന്റർഫറൻസ് ഫിസിക്സിൽ വേറെയാണ് കേട്ടോ, അല്ല ഇടപെടുന്ന സാധനമല്ല. അപ്പോൾ ഗൂഗിളിന് അതേ അറിയാവുള്ളൂ മലയാളം. ഇപ്പൊ നമ്മൾ തങ്കം ചേട്ടൻ ഇട്ടിട്ടുണ്ട് ഈ സാധനം, ഏകീകൃത ഫണ്ട്. അപ്പൊ ഇതല്ല അതിന്റെ കറക്റ്റ് മലയാളം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു, വിഷയത്തിന് മാറിപ്പോന്നു. പറഞ്ഞു വന്നത്, നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷ് കേട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ പോലും എന്ത് ചെയ്യുക, മാക്സിമം എക്കണോമിക്സ് മറ്റ് വിഷയങ്ങളൊക്കെ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എക്കണോമിക്സ്, ജോഗ്രഫി, സയൻസ് വിഷയങ്ങളൊക്കെ പ്രത്യേകിച്ച്. പിന്നെ ഇന്ത്യൻ ഭരണഘടനയൊക്കെ. ഈ ഭരണഘടനയ്ക്ക് വളരെ കൃത്യമായിട്ട് ഭംഗിയുള്ള സർക്കാർ തന്നെ ഇറക്കിയ മലയാളം തർജ്ജമയൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇവന്മാരെന്ത് ചെയ്യും? ഇടുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണ്. അതായത് എന്താണ് അടിയന്തരാവസ്ഥയ്ക്ക് ഇടുന്നത് എന്താണ്, എന്തോ അത്യാഹിതം പറഞ്ഞിട്ട്, എമർജൻസി അത്യാഹിതം, അടിയന്തരാവസ്ഥയല്ല. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് അത്യാഹിതം നമ്മൾ കാണേണ്ടി വരും മലയാളം വായിക്കുമ്പോഴത്തേക്ക്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ സപ്പോസ് മലയാളത്തിൽ ആണ് കൂടുതൽ കംഫർട്ടെങ്കിലും ഇംഗ്ലീഷ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിലും എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യുക, മാക്സിമം പഠനം ഒരു ഡിഗ്രിയുടെ എക്സാം ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, മനസ്സിലായി ഞാൻ പറഞ്ഞു വരുന്നത്? അപ്പൊ അങ്ങനെ വേണം എന്ത് ചെയ്യുക, പഠിക്കുക. ഈ പറഞ്ഞ ഞാൻ തന്നെ 10ാം ക്ലാസ് വരെ പഠിച്ചത് മലയാളം മീഡിയത്തിലായിരുന്നു. പിന്നെ ഞാൻ ഇംഗ്ലീഷൊക്കെ പഠിച്ചു തുടങ്ങുന്നത്, ഇംഗ്ലീഷിൽ പഠിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അപ്പോ ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ച് വലിയ പരിചയമില്ലാത്ത ആളാണെങ്കിൽ എന്ത് ചെയ്യും, ഗ്രാജുവലി അതൊക്കെ എന്ത് ചെയ്യും, നമുക്ക് പരിചയമായിക്കോളും. ഓക്കെ, ഞാൻ വലിയ ഇംഗ്ലീഷ് വിദ്വാനൊന്നുമല്ല പറഞ്ഞത്, ജസ്റ്റ് പോയിന്റ് പറഞ്ഞതാ. ഓക്കെ, അപ്പോ പ്രത്യേകിച്ച് നമ്മുടെ വിഷയം മാക്സിമം എന്ത് ചെയ്യുക, ഈ ടേംസ് എല്ലാം ഇംഗ്ലീഷിൽ തന്നെ പഠിക്കുക. ഇംഗ്ലീഷിൽ തന്നെ എന്ത് ചെയ്യുക, പോയിന്റ്സ്
പഠിക്കുക. കാണാ പഠിക്കരുത്, അങ്ങനെയല്ല. അപ്പൊ നിങ്ങളൊരു സംഭവം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആ പോയിന്റ് മലയാളത്തിൽ പറയുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ മലയാളത്തിൽ പഠിച്ചു വെക്കാം. പക്ഷെ ആ ഒരു ടോപ്പിക്ക്, വാക്കുകൾ എന്ത് ചെയ്യുക, എപ്പോഴും ഇംഗ്ലീഷിലായിരിക്കുക, കോൺസെപ്റ്റ് ഇംഗ്ലീഷിൽ അറിയുക. കാരണം ഈ എക്കണോമിക്സ് ഒക്കെ വളരെ ഡീപ്പായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു കോൺസെപ്റ്റിന് ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷിൽ ആ കോൺസെപ്റ്റ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാതെ ആവുമല്ലോ നിങ്ങൾ മലയാളത്തിൽ നോക്കുന്നത്. നിങ്ങൾക്ക് മലയാളം വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. കാര്യം അതിന്റെ തർജ്ജമ വളരെ നിലവാരം കുറഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്ന് കാണിച്ചു തരാം, അതിന്റെ മലയാളം തർജ്ജമയും അതിന്റെ ആ ക്വസ്റ്റ്യന്റെ ഇംഗ്ലീഷിൽ അത് അവരെങ്ങനെയാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നതൊക്കെ. കാര്യം ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്ന ഇംഗ്ലീഷിലായതുകൊണ്ട് നമ്മൾ അത് തന്നെ പഠിക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫ്രണ്ട് വായിച്ചാൽ മനസ്സിലാവും ചോദ്യങ്ങൾ 2 ഭാഷയിലും കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും തർക്കം ഉണ്ടാവുന്ന പക്ഷം ഇംഗ്ലീഷ് വെർഷൻ മാത്രമേ പരിഗണിക്കൂ എന്ന് പറയും. ഓക്കെ, അങ്ങനെ പറയും, പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഓക്കെ കാണാൻ പറ്റും ക്വസ്റ്റ്യനിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തർജ്ജമയിൽ പിശക് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും എന്ത് ചെയ്യില്ല, ക്വസ്റ്റ്യൻ ക്യാൻസൽ ഒന്നും ചെയ്യില്ല. പിന്നെ ഇവിടെ കുറച്ചൊരു എക്കണോമിക്സ് ഒരു കുന്തം അറിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാര്യം എക്കണോമിക്സ് മറ്റു വിഷയങ്ങൾ അപേക്ഷിച്ച് ഒരുപാട് പഠിക്കാനില്ല കേട്ടോ. എത്ര ബ്രോഡായാലും അത് അളവ് കുറവാണ്. ആ അളവിന്റെ അകത്തുനിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് പഠിച്ചാൽ വർത്തായിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ 90% ആൾക്കാർ ആൻസർ ചെയ്യില്ല ശരിയായിട്ട്. അത്രയും പാടായിരിക്കും അത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എക്കണോമിക്സ് നിങ്ങൾക്ക് വളരെ വർത്തായിട്ടുള്ള വിഷയമായിട്ട് തോന്നും. ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. ഓക്കെ, കീടാണു. ഇപ്പൊ ഞാൻ ഇത്രയും പറയാൻ കാരണം ഇത് നമ്മുടെ ഇൻട്രൊഡക്ടറി ക്ലാസ് ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞത് മനസ്സിലായിട്ടുള്ളൂ? ഇതിൽ സംശയമുണ്ടോ അതിനകത്ത്? അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളൂടെ ഉള്ളൂ. നമുക്ക് ഫംഗ്ഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഫംഗ്ഷൻസ് കുറെ പറയാനുണ്ട്. ഈ എക്കണോമിക്സ് NCERT ഡിപ്പെൻഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എക്കണോമിക്സിന് എന്ത് ചെയ്യുക, ഇപ്പൊ നമ്മുടെ സിലബസ് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തൊക്കെയാണ് ഉള്ളതെന്ന്. എക്കണോമിക്സിൽ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്നുള്ളൊരു ബുക്ക് ഉണ്ടല്ലോ, +1 +2 ആ ഒരു ബുക്കിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റേ അതിന് ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, പക്ഷെ അതിനകത്ത് ആദ്യത്തെ ഒരു 4 ചാപ്റ്റർ വായിക്കണം. ജസ്റ്റ് വായിച്ചാൽ മതി. പ്രിലിംസ് മാറ്റാൻ സാധ്യതയില്ല കേട്ടോ, സാധ്യത വളരെ കുറവാണ്. ജസ്റ്റ് വായിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രത്യേകിച്ച് 5 ഇയർ പ്ലാനിന്റെ ലക്ഷ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അതൊക്കെ വരുന്നത് ആ ബുക്കിൽ നിന്നാണ്. പിന്നെ മാക്രോ എക്കണോമിക്സ് PDF വേണം ഗ്രൂപ്പിൽ ഇട്ടുതരാം. PDF ഗ്രൂപ്പിലുണ്ടാവും, ഗ്രൂപ്പിൽ ഇട്ടുതരാം, ഇല്ലെങ്കിൽ ഇട്ടുതരാം. പിന്നെ മാക്രോ എക്കണോമിക് എന്ന് പറയുന്ന ആ എക്കണോമിക്സ് എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കോൺസെപ്റ്റുകൾ ചോദിക്കാറുണ്ട്. ആ കോൺസെപ്റ്റുകൾക്ക് എന്ത് ചെയ്യാം, ശങ്കർ ഗണേശിന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇടുന്ന ഈ ബുക്കിൽ നിന്ന് പഠിക്കാം. ഞാൻ പഠിപ്പിക്കൂടെ അല്ലെങ്കിൽ തന്നെ, അല്ലെങ്കിൽ തന്നെ വേറെയും ബുക്കുകളുണ്ടല്ലോ. ഇപ്പൊ നിതിൻ സിംഗാനിയുടെ എക്കണോമിക്സ് ബുക്കുണ്ട്, അതിന്റെ ഇരിപ്പുണ്ട്, നല്ല ബുക്കാണത്. അതുള്ളവർക്ക് അത് പഠിക്കാം. ഇതൊന്നും ഇല്ലാത്തവർ വിഷമിക്കേണ്ട, അവർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് ഞാൻ ഇടുന്നുണ്ട്, ഈ PDF ഇടുന്നുണ്ട്, ഇതിന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് ഏറ്റവും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത് ഈ ബുക്കാണ്. അതാണ് ഞാൻ ഈ ബുക്ക് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുക. പിന്നെ എക്സ്ട്രാ നിങ്ങൾ വായിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതായത് എല്ലായിടത്തും പറയുന്നുണ്ട്, ചോദിക്കുന്ന എല്ലായിടത്തും പറയുന്നതാണ്. അതായത് നമ്മുടെ ക്ലാസ്സുകൾ, അതേപോലെ കോച്ചിങ്, ഇതൊക്കെ എന്താണ്, ഒരു 40 to 50% മാത്രമേ ആവുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ എഫർട്ടിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ എഫർട്ട് എപ്പോഴും ഉണ്ടാവണം, അതിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ആ ഒരു പുഷ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ ഈ ലിസ്റ്റിൽ കയറത്തുള്ളൂ. മത്സരമൊക്കെ അറിയാമല്ലോ, നല്ല മത്സരമുള്ളൊരു എക്സാമാണ് സെക്രട്ടേറിയറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഇപ്പൊ ക്ലാസിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യില്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ എഡ്യൂക്കേഷൻ നല്ല പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരാരും എന്ത് ചെയ്യില്ല, അതിനൊരു കോംപ്രമൈസും ചെയ്യത്തില്ല. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നൊരു എഫർട്ട് എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നമുക്കൊരു അല്പം കൂടെ നമുക്ക് അതുകൂടെ നോക്കാം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നിങ്ങൾ സോഴ്സിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാല് തൽക്കാലം ഇപ്പൊ ഇന്ന് നിങ്ങൾ ഈ ഒരു കുറച്ച് ഞാൻ പഠിപ്പിച്ച വളരെ കുറച്ച് പോർഷനാണ്. ഈ ഒരു പോർഷൻ എന്ത് ചെയ്യുക, നല്ലപോലെ വായിക്കുക. നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് കുറച്ചുകൂടെ പ്രധാനപ്പെട്ട ഏരിയ. ഓക്കെ, ഇനി വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ, ഇനി വരുന്നതേ ഉള്ളൂ.
അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു ആമുഖം പറഞ്ഞതേ ഉള്ളൂ ആർ ബി ഐ എന്താണെന്നുള്ളതിന്. അപ്പോൾ ഇന്നെന്തായാലും പഠിപ്പിച്ചത് വായിക്കുക. ഞാൻ ആ പേജ് നമ്പർ ഇട്ടേക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, വളരെ പ്രധാനപ്പെട്ട ഏരിയയാണത്. ആർ ബി ഐയുടെ ഫംഗ്ഷൻസ് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കത് എന്ത് ചെയ്യണം, അത്രയും ബ്രോഡായിട്ട് തന്നെ അത് പഠിക്കുകയും ചെയ്യണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അടുത്ത ക്ലാസ് എൻ്റെ ക്ലാസ് വീക്ക്ലി 2 ക്ലാസ്സാണ് ഉണ്ടാവുക. ഞാനത് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റുള്ള ഒരു ചെറിയ ഭാഗം കൂടെ നോക്കാം. ദ ആർ ബി ഐ അഫയേഴ്സ് ആർ ഗവേൺഡ് ബൈ എ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, maximum 21 in number, including the governor and 4 deputy governors who are also on the central board. Okay, who are appointed by the government of India in keeping with the Reserve Bank of India Act 1934 for a period of 4 years. അതായത് ആർ ബി ഐയുടെ അഫയേഴ്സ് മാനേജ് ചെയ്യുന്ന ഒരു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഇതിനകത്ത് 21 പേര് വരെ ആവാം എന്ന് പറയുന്നുണ്ട്. ഇൻക്ലൂഡിങ് ആരൊക്കെയാണ്? ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണർമാരും ഉൾപ്പെടെ. അതായത് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ പറയുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആർ ബി ഐയുടെ എംപ്ലോയീസ് മാത്രമൊന്നുമല്ല കേട്ടോ, അവർ വളരെ കുറവാണ്. ഇതിനകത്ത് വരുന്നത് ആർ ബി ഐ ഗവർണർ വരും. ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. പിന്നെ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ട്, അവർ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇവരുൾപ്പെടെ മാക്സിമം 21 പേരാവാം. ഇതിനകത്ത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിൽ ധനകാര്യ മന്ത്രാലയത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന വളരെ ഉയർന്ന IAS ഉദ്യോഗസ്ഥരുണ്ടാവും. അതുപോലെ ഇന്ത്യൻ എക്കണോമിക് സർവീസ് ഉദ്യോഗസ്ഥരുണ്ടാവും. അതുപോലെ മറ്റു ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവും. ഇവരെയൊക്കെ എന്ത് സർക്കാരാണ് നിയമിക്കുന്നത്. 4 വർഷമാണ് ഇവരുടെ കാലാവധി. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആർ ബി ഐ ആക്ട് അനുസരിച്ചാണ്. ആർ ബി ഐയുടെ എല്ലാ കാര്യങ്ങളും ആക്ട് അനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇത് ആർ ബി ഐയുടെ എംപ്ലോയീസ് തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ആർ ബി ഐക്ക് 4 ഡെപ്യൂട്ടി ഗവർണർമാരുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതിനകത്ത് 2 പേര് എപ്പോഴും ആർ ബി ഐയുടെ എംപ്ലോയീസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ കേട്ടുണ്ടാവും ഈ ആർ ബി ഐ ഗ്രേഡ് ബി എന്നൊക്കെ പറഞ്ഞ് എക്സാം നടത്തുന്നുണ്ട്. ആർ ബി ഐയിലെ മാനേജർമാരെ അപ്പോയിന്റ് ചെയ്യാനായിട്ട്. ഈ മാനേജർമാർ എന്ത് ചെയ്യും, പ്രൊമോഷൻ കിട്ടി എന്താവും, എക്സിക്യൂട്ടീവ് ഡയറക്ടറും അതേപോലെ ആവുന്നുണ്ട്. അവരിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് 2 ഡെപ്യൂട്ടി ഗവർണർമാർ വരുന്നത്. ബുക്കിലത്തെ കാര്യം അത് ചോദിക്കത്തില്ല, ജസ്റ്റ് പറയണമെന്നേ ഉള്ളൂ. ഈ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സിൽ 2 പേര് ആർ ബി ഐ എംപ്ലോയീസ് ആയിരിക്കും. 2 പേര് യൂഷ്വലി ആരായിരിക്കും? ഫിനാൻസ് മിനിസ്റ്ററിലൊക്കെ വർക്ക് ചെയ്യുന്ന IAS കാരോ IRS കാരോ IAS കാരൊക്കെ ആയിരിക്കും. അതല്ലാത്തവരും ഉണ്ടാവും. ചിലരെന്തായിരിക്കും? നമ്മുടെ രഘുറാം രാജനെയൊക്കെ പോലെയുള്ള എക്കണോമിസ്റ്റുകളായിരിക്കും. അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പൊ സർക്കാരിന് സ്വീകാര്യമായിട്ടുള്ള സാമ്പത്തിക രംഗത്ത് വളരെ അനുഭവം പരിചയമുള്ള ആൾക്കാരെ എന്ത് ചെയ്യാം, അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. എവിടെ? ഡെപ്യൂട്ടി ഗവർണറായിട്ട്. അതുപോലെ തന്നെ ആരായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും? ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ജനറലി എന്താണ്, 2 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഇതേപോലത്തെ പുറത്തുനിന്നുള്ള അപ്പോയിന്റ്മെന്റും, 2 പേര് ആർ ബി ഐയുടെ തന്നെ ഉദ്യോഗസ്ഥരുമായിരിക്കും. ഓക്കെ, മനസ്സിലായി പറഞ്ഞത്? പിന്നെ ഇവരുടെ മാക്സിമം എണ്ണം എത്രയാണ്? 21 ആണ്. ഇവരുടെ കാലാവധി 4 വർഷമാണ്. ഓക്കെ, ഈ പറയുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കാലാവധിയാണ്. ഈ പറയുന്ന ഗവർണർക്ക് വേറെ കാലാവധി ഉണ്ട്, അതല്ല ഞാൻ പറയുന്നത്. സെൻട്രൽ ബോർഡ്, ഒരു ബോർഡ് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ എല്ലാ വലിയ കമ്പനികൾക്കും ബോർഡ് ഉണ്ടാവും. ഇപ്പൊ ആപ്പിൾ, മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ റിലയൻസ്, ഇതിനൊക്കെ ബോർഡ് ഉണ്ടാവും. അപ്പൊ അതേപോലെ നമ്മുടെ ആർ ബി ഐക്ക് ഒരു ബോർഡുണ്ട്. ആ ബോർഡ് എന്താണ് 4 വർഷത്തേക്കാണ് അവർ അപ്പോയിന്റ് ചെയ്തത്. അത്ര അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ ബോർഡ് മെമ്പേഴ്സ് മാറിക്കൊണ്ടിരിക്കും. ഈ ഡെപ്യൂട്ടി ഗവർണർക്ക് ഈ ബോർഡിലെ അംഗങ്ങളാണ്. ബിക്കോസ് ഓഫ് ദെയർ എന്താണ് പൊസിഷൻ, അവരുടെ നമ്മൾ എക്സോഫീഷ്യൽ എന്നൊക്കെ പറയില്ല, അതേപോലെ അവരുടെ അധികാരം കാരണം അവർക്ക് എന്തുണ്ട്, ബോർഡിൽ പങ്കാളിത്തമുണ്ട്. അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ബോർഡ് മെമ്പേഴ്സൊക്കെ എന്താണ് 4 വർഷത്തെ കാലാവധി ഉള്ളവരാണ്. ഓക്കെ, പിന്നെ ആർ ബി ഐ നമ്മൾ എന്തെന്ന് പറയും? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കും. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് വേറൊരു ബാങ്ക് ഉണ്ട്, അതല്ല നമ്മുടെ അക്കൗണ്ടിൽ, അതല്ല. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നാണ് ഇതിൽ എന്ത് ചെയ്യും, നമ്മൾ ആർ ബി ഐ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് വിളിക്കും. പിന്നെ എന്താണ്, ഇന്ത്യയുടെ മോണിറ്ററി അതോറിറ്റി ഏതാണ്? ആർ ബി ഐ ആണ്. അതായത് ഇന്ത്യയുടെ എന്താണ് പണനയം കൈകാര്യം ചെയ്യുന്നത് ആർ ബി ഐ ആണ്. ഇന്ത്യയുടെ മോണിറ്ററി പോളിസിയുടെ കൺട്രോളർ, അതിന്റെ സൂപ്പർവൈസർക്കാരാണ് ആർ ബി ഐ ആണ്. ഓക്കെ, ആർ ബി ഐക്ക് വളരെ വളരെ ബ്രോഡായിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഈ ഏരിയകളിലുണ്ട്. അപ്പൊ നമ്മൾ പിന്നീട് എന്ത് ചെയ്യും, ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ് പഠിക്കുമ്പോഴത്തേക്ക് ഈ മണി മാർക്കറ്റിലേക്ക് ആർ ബി ഐയുടെ റോളൊക്കെ വളരെ വളരെ ബ്രോഡാണെന്ന് പഠിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഇന്ന് ഞാൻ ഒരുപാട് പഠിപ്പിക്കേണ്ട എന്ന് വെച്ചാണ് എടുത്ത കാര്യം. വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ദിവസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു ബേർഡൻ ആക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വിഷയത്തിന്റെ ഒരു തുടക്കം പറഞ്ഞു. പിന്നെ ആർ ബി ഐ എന്താണെന്ന് പറഞ്ഞു, ആർ ബി ഐയുടെ ഫങ്ഷൻസ് പറഞ്ഞു. ഓക്കെ, ഞാൻ റെക്കോർഡ് ഓഫ് ആക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക്.